ഈ ബോട്ട് അപകടത്തിലെ മലയാളി ദമ്പതികളെ കാണാതായി എന്ന സംശയമുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരാണ്. രക്ഷിതാക്കളെ കാണാനില്ലെന്നും ഒരു 6 വയസ്സുകാരൻ പറഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ഈ 6 വയസ്സുകാരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ആ 6 വയസ്സുകാരൻ്റെ ദൃശ്യം കാണാം. ഈ 6 വയസ്സുകാരനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഈ കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ അറിയാൻ കഴിയുന്ന ആളുകൾ മുംബൈയുമായി ബന്ധപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ, വിശദാംശങ്ങൾ പറയൂ. തീർച്ചയായും SKN ഉറാനിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. ഉറാനിലെ JNPT ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു കുട്ടിയുള്ളത്. 6 വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട്. ഈ കുട്ടി കേരളത്തിൽ നിന്നാണെന്നും അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ഈ സൈറ്റ് സീയിങ്ങിനായി ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയതാണ് എന്നതാണ് കുട്ടി പറയുന്നത്. ഏതായാലും അച്ഛനും അമ്മയും ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ കുട്ടിക്ക് ഒരു വ്യക്തതയുമില്ല. ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട് പല ആശുപത്രികളിൽ ആളുകളെ എത്തിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ആണോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ആ കാര്യത്തിലൊക്കെ ഒരു തെരച്ചിൽ ഇനി നടക്കേണ്ടതുണ്ട്. ഈ ഫോട്ടോ നമുക്ക് കുട്ടിയുടെ ഫോട്ടോ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോ ചിത്രം കണ്ട് നാട്ടിലെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെയും ബന്ധപ്പെടാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ നേരിട്ട് ആശുപത്രിയായി ബന്ധപ്പെട്ടാലും മതി. ഏതായാലും ഈ ദുരന്തത്തിന് ശേഷമുള്ള പിറ്റേ ദിവസം ഇപ്പോൾ മുംബൈയിലെ ഈ ബോട്ട് സർവീസ് ഇവിടെ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ അത്തരമൊരു ബോട്ടിനകത്താണ് ഞാനിപ്പോൾ ഉള്ളതും. ഈ മുൻപുള്ള പല കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഇന്നിപ്പോൾ കാണാൻ കഴിയുന്നത്. യാത്രക്കാരെ എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് ഇപ്പോൾ ഇടിയിപ്പിക്കുന്നുണ്ട്. പുതിയ പാക്കറ്റുകൾ, ലൈഫ് ജാക്കറ്റ് പുതിയ പാക്കറ്റുകളൊക്കെ എത്തിച്ച് തുറക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. മുൻപ് പലവട്ടവും മുംബൈയിൽ നിന്ന് എലിഫൻ്റ് കേവ്സിലേക്കും മറ്റും ഞാൻ തന്നെ നേരിട്ട് യാത്ര പോയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ കണ്ട കാഴ്ച ലൈഫ് ജാക്കറ്റ് ആരും ധരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വളരെ ചിലർ, 1-2 പേരൊക്കെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അത്തരത്തിലുള്ളൊരു ജാഗ്രത ഏതായാലും അന്നൊന്നും ബോട്ടുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നമുക്കൊപ്പം ചേർന്നത് ബോട്ടുകളിലൊക്കെ തന്നെ ജാഗ്രതകൾ പാലിച്ചു തുടങ്ങി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുട്ടി, ആ കുട്ടി പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ മാതാപിതാക്കളെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. കുറേ അധികം ആശുപത്രികളിൽ ആളുകൾ ചികിത്സയിലുണ്ട്. കുറേയേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുട്ടിയുടെ മാതാപിതാക്കൾ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് നമ്പറാണ് 6235968937. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. ഞങ്ങളുടെ മുംബൈ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും മുംബൈ ആശുപത്രിയുടെ നമ്പർ കളക്ട് ചെയ്യാനൊക്കെ താമസമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ 24 വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ശ്രീനാഥ് ചന്ദ്രനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഈ ഫോട്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ കുട്ടിയുടെ ചിത്രം തിരിച്ചറിയാൻ കഴിയുന്ന ബന്ധുക്കൾ ഇപ്പോൾ ബന്ധപ്പെടുക. ഈ കുട്ടി പറയുന്ന അനുസരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.